ആണ് ഫ്ലോട്ടിംഗ് പെന്നിന് കിട്ടിയുള്ള അവസ്ഥ കണ്ടില്ലേ, ആകെ പരന്നുകുണു. പാത്തു എന്താ ഇവിടെ ഇതൊക്കെ നേരായിക്കട്ടാ. ഗൈസ് 2 ദിവസമായിട്ട് പാത്തു പറഞ്ഞ റൈറ്റാണ് തെറ്റാ ഫ്ലോട്ടിംഗ് പെന്ന്. അപ്പോൾ അത് നമ്മൾ അവൾക്ക് കൊടുക്കാൻ വേണ്ടി പോവാണ്. അവിടുത്തെ പാട്ടൊക്കെ കേൾക്കാൻ നമുക്ക് ഡോർ തുറക്കാം എന്തായാലും. പാത്തു ഇത് എന്താ മനസ്സിലായി പാത്തുവിന്? ഫ്ലോട്ടിംഗ് പെന്ന്. അത് നമ്മളെ പാത്തു 2 ദിവസം നമ്മളോട് പറഞ്ഞ സാധനമാണ്. അപ്പോൾ കടയിൽ നിന്ന് കൊടുന്നാട്ടോ. ഇപ്പം തന്നെ ചെയ്യണോ? നാളെ ചെയ്താൽ പോരെ? ഇപ്പം തന്നെ വേണോ? ഇപ്പോൾ ചെയ്ത് നോക്കിയാലോ? ഓക്കെ. ഈ ഫ്ലോട്ടിംഗ് പെന്ന് അൺബോക്സ് ചെയ്താലോ? ഫ്രൈ ഒക്കെ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ കാണിച്ചിട്ടുണ്ട് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. ഒരു സ്പൂണിൻ്റെ മുകളിൽ സെറാമിക് സ്പൂണാവണം. അതിൻ്റെ മുകളിൽ പെയിൻറ്റ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്യുക. മറ്റേ ബ്രഷ് ചെയ്യല്ല, എന്തെങ്കിലും ഒരു മാർക്കർ ചിത്രം വരയ്ക്കുക. എന്നിട്ട് അത് വെള്ളത്തിൽ മുക്കി കഴിഞ്ഞാൽ അതങ്ങനെ വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്നവർ പറയണം കേട്ടോ. അപ്പം ചെക്ക് ചെയ്ത് നോക്കിയാലോ? ഇനി നമ്മളിൽ സ്പൂണില്ലല്ലേ, നമുക്കൊരു പണി ചെയ്യാം. ഗ്ലാസിൻ്റെ ബൗളുണ്ട്, അതിൽ വെച്ച് നോക്കി നോക്കാം കേട്ടോ. ചെക്ക് ചെയ്ത് നോക്കിയാലോ? അപ്പം നമുക്ക് ബൗൾ എടുത്ത് വരാം. അപ്പോൾ അത് നമ്മൾ റയ്യാൻ പരിപാടിക്ക് സമ്മാനം കിട്ടിയാണ്. അപ്പോൾ നമ്മൾ ചെയ്യണത് ഈ ബൗളിലാട്ടോ അല്ലേ റയ്യോ? ചെയ്യല്ലേ നമുക്ക്? അപ്പോൾ ഈ ബൗളുകൾ നമ്മളിങ്ങനെ നിരത്തി വെക്കുക കേട്ടോ. 2 ആൾക്ക് ഓരോ ബൗൾ കിട്ടിയിട്ടുണ്ട്. എന്താ തുറന്നത്? ഒഴിക്കാനുള്ള വെള്ളം കേട്ടോ. ഇതിവിടെ വെച്ചോ. അപ്പോൾ നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട്. ജഗ്ഗിൽ 2 ബൗളും ഉണ്ട്, നമ്മളെ പെന്നും ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ അൺബോക്സ് ചെയ്യാണ്. പറയും 2 ആളും തുടങ്ങിക്കല്ലേ? തുടങ്ങിക്കോളൂ കേട്ടോ. സൈഡിൽ വരച്ചാൽ മതി. ചിത്രം വരയ്ക്കുക, പേരെഴുതി എന്ത് വേണമെങ്കിലും ചെയ്യാം. റയ്യോൻ്റെ കഴിഞ്ഞോ? അത് കത്തും. നോക്കി നോക്ക് സൈഡിൽ. ഓക്കെ. ഇനി നമുക്ക് അതിലൊന്നേ വെള്ളം ഒഴിച്ച് നോക്കാം. ആദ്യം റയ്യോൻ്റെ ഒഴിച്ചേക്കാം. റയ്യോൻ്റെ എടുത്താ അപ്പോൾ റയ്യോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് വെള്ളം ഒഴിച്ച് നോക്കാം. അപ്പോൾ ഇതാണ് റയ്യോ മറ്റേ വരച്ച കിട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുകയാണ്. ഞാൻ ഒഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നോക്കാം നമുക്ക്. അപ്പോൾ അതിൽ വെള്ളം ഒഴിച്ചു. ഇനി നമുക്കൊന്ന് ചെരിച്ച് നോക്കാം. സ്പൂണുണ്ടായി ഇതിലും എളുപ്പത്തിലാവും കേട്ടോ. സ്പൂണ് ഇല്ലാത്ത കാരണമാണ്. നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ അങ്ങനെ റയ്യോണ്ട് സക്സസ് ആയിക്കോട്ടെ കേട്ടോ. കണ്ടില്ലേ ഈ ഇത് കണ്ടില്ലേ? ആ ഫ്ലവർ എന്താ വരച്ചത്? അത് വെള്ളത്തിൽ മുങ്ങി പൊങ്ങി കിടക്കാൻ തുടങ്ങിയിട്ടോ. വേണ്ട ഇതാ വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇനി അടുത്ത നമ്മളെ റൈമ എന്താ വരച്ചേക്കണേ? ഇതിലൊന്നും നമുക്ക് വരച്ചു. ഇതിലൊന്ന് വെള്ളം ഒഴിച്ചോക്കാം അല്ലേ? ഗൈസ് ഫൈനലി ഇപ്പോൾ ഇതാണ്. ഇത് കണ്ടില്ലേ? ഇങ്ങനെയാണ് ഫ്ലോട്ടിംഗ് പെന്നിൻ്റെ സംഭവം കേട്ടോ. ഇത് റയ്യാൻ വരച്ചതാണ്. ആനുണ്ട്, ഹാർട്ടുണ്ട്, ബട്ടർഫ്ലൈ ഉണ്ട്. ഇത് റൈമ എന്ന് എഴുതിയതിനകത്ത് ചിലത് ക്ലിയർ ആയിട്ടുണ്ട്, ചിലത് ക്ലിയർ ആയിട്ടില്ല കേട്ടോ. അത് നമ്മൾ വെള്ളം ഒഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ വന്നത്. അപ്പോൾ സാധനം കണ്ടില്ല? സാധനം നല്ല അടിപൊളി സാധനം കേട്ടോ. നമ്മളിപ്പോൾ ട്രൈ ചെയ്തു. അപ്പോൾ ഇത് നമ്മളെ ചങ്ങരംകുളത്തെ ഷോപ്പിൽ കിട്ടോ. സൂക്കൽ അറേബ്യ എന്ന ഷോപ്പിൽ സാധനം കിട്ടും. ഓക്കെ. റൈമയുടെ അഭ്യർത്ഥന പ്രകാരം റൈമ ഒന്നുകൂടി വരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ വെള്ളം ഒഴിക്കുകയാണ്. അത് വെള്ളം ഒഴിക്കുകയാണ്. അതാ ഹാർട്ട് വരുന്നത്. അടിപൊളി. ഇത് കണ്ടോ?